ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിനെ കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകളാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതേപോലെ അറിവ് നൽകുന്നതുമായിരിക്കും. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ദി അക്ബർ ടോക്സ് ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമമാണ്. അതേപോലെ ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ, ഇതാണ് നേപ്പാളിന്റെ നാമം. നേപ്പാളിലെ ഏറ്റവും വലിയ നഗരമായ കാഠ്മണ്ഡു ആണ് നേപ്പാളിന്റെ തലസ്ഥാനം. 2022 കണക്കെടുപ്പ് പ്രകാരം 3,06,66,598 പേരാണ് നേപ്പാളിലെ പൗരന്മാരായിട്ടുള്ളത്. ഇതിൽ 81% ആളുകളും ഹൈന്ദവ മതമാണ് പിന്തുടരുന്നത്. 2008 വരെയും നേപ്പാളിൽ രാജ്യഭരണമായിരുന്നു നടന്നിരുന്നത്. 1768 നേപ്പാൾ ഒരു സ്വതന്ത്ര രാജ്യമായി രൂപം കൊണ്ട സമയം മുതൽ 2008 വരെ, അതായത് ഏകദേശം 240 വർഷക്കാലം ഇവിടെ രാജ്യഭരണം നടന്നിട്ടുണ്ട്. നേപ്പാളിന്റെ ഔദ്യോഗിക ഭാഷ നേപ്പാളി ഭാഷയാണ്. അതേപോലെ നേപ്പാളിസ് രൂപയാണ് അവിടെ പണമിടപാടുകൾക്കായി ഉപയോഗിക്കുന്നത്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു ഒരു കാലത്ത് ഒരു വലിയ തടാകമായിരുന്നു എന്ന് പറയപ്പെടുന്നു. നേപ്പാളിലെ പല പുരാണ കഥകളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. പുരാണ കഥകൾ പ്രകാരം 15,000 വർഷങ്ങൾക്ക് മുൻപ് കാഠ്മണ്ഡു തടാകം വറ്റിവരളുകയും അതൊരു കരഭൂമിയായി മാറുകയും ചെയ്തു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് പോലും ജൂലൈ 4 സ്വാതന്ത്ര്യ ദിനമാണ്. എന്നാൽ നേപ്പാളിന് സ്വാതന്ത്ര്യ ദിനം എന്നൊന്നില്ല. ഇതിന് കാരണം നേപ്പാൾ രൂപീകൃതമായതു മുതൽ ഇന്നുവരെ ഒരു വിദേശ ശക്തികളും നേപ്പാൾ കീഴടക്കുകയോ അടിമപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. 2008 വരെ രാജ്യഭരണം നടന്നിരുന്ന നേപ്പാളിൽ 2008 ശേഷം പ്രസിഡന്റ് ഭരണം നിലവിൽ വന്നു. 2008 പ്രസിഡന്റ് ഭരണം വന്നിരുന്നുവെങ്കിലും നേപ്പാൾ ഒരു കൃത്യമായ ജനാധിപത്യ രാജ്യമായി മാറിയത് 2015 അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്തത്. അതേപോലെ 2008 പ്രസിഡന്റ് ഭരണത്തിലേക്ക് മാറിയ നേപ്പാൾ ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ 7 വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. നേപ്പാളിന്റെ ദേശീയ പതാക മറ്റു രാജ്യങ്ങളുടെ പതാകകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും. ഏകദേശം എല്ലാ രാജ്യങ്ങളും ചതുരാകൃതിയിലുള്ള പതാകകളാണ് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതാക 2 ത്രികോണങ്ങൾ ചേർന്ന രൂപത്തിലായിരിക്കും. ഇതിൽ മുകളിലത്തെ ത്രികോണത്തിൽ ചന്ദ്രനും താഴത്തെ ത്രികോണത്തിൽ സൂര്യനും ഉണ്ടായിരിക്കും. ഈ 2 ചിഹ്നങ്ങളും നേപ്പാളിലെ പ്രധാന പതാകകളായ ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും സൂചിപ്പിക്കുന്നു. 1962 ഈ പതാക ആദ്യമായി ഉപയോഗത്തിൽ വന്നത്. എങ്കിലും ഇത് 2000 വർഷം പഴക്കമുള്ള ഒരു ചിഹ്നമാണെന്ന് ഒരു വിശ്വാസമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലാണ് ഉള്ളത്. ഇതുകൂടാതെ 8000 അടി ഉയരമുള്ള ലോകത്തിലെ ടോപ്പ് 10 കൊടുമുടികളിൽ 8 കൊടുമുടികൾ നേപ്പാളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊടുമുടികളുടെ നാട് എന്ന് നേപ്പാളിന് മറ്റൊരു പേര് കൂടിയുണ്ട്. നേപ്പാളിൽ വംശനാശത്തിന്റെ വക്കിലുള്ള നിരവധി മൃഗങ്ങളുണ്ട്. നേപ്പാളിലുള്ള ചീതൽ നാഷണൽ പാർക്ക് ഇത്തരത്തിൽ വംശനാശത്തിന്റെ വക്കിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ നാഷണൽ പാർക്കിൽ സ്നോ ലിപ്പേർഡ്, ഏഷ്യൻ കാണ്ടാമൃഗം, ബംഗാൾ ടൈഗർ, ഗംഗാ നദിയിലെ ഡോൾഫിൻ, രാജവെമ്പാല, ഇന്ത്യൻ പൈത്തൺ, റെഡ് പാണ്ട, എലോഗേറ്റഡ് ടോർട്ടോയിസ്, മോണിറ്റർ ലിസാർഡ്, മാർഷ് ക്രൊക്കോട്ടൈൽ എന്നിങ്ങനെ ഇനിയും നിരവധി മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നേപ്പാൾ രാജ്യത്തെ ഏഷ്യയുടെ ആമസോൺ എന്ന് വിളിക്കുന്നു. സമൃദ്ധമായ ഈ രാജ്യത്ത് പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ജീവിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. നേപ്പാളിൽ 900 തരത്തിലുള്ള പക്ഷിവർഗങ്ങളും 692 തരം ചിത്രശലഭ വർഗങ്ങളുമുണ്ട്. നേപ്പാളിൽ 5980 തരത്തിലുള്ള പൂച്ചെടികളുണ്ട്. ഇതിൽ 250ഓളം വർഗങ്ങൾ വംശനാശത്തിന്റെ വക്കിലാണ്. ചെറിയ പെൺകുട്ടികളെ ദൈവമായി വണങ്ങുന്ന ശീലം നേപ്പാളിലുണ്ട്. ആ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ തലേജു ദേവിയുടെ അവതാരങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അവരെ കുമാരി എന്ന് വിളിക്കുന്നു. ആരാധനയ്ക്കായി 4-5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് അവൾക്കായി പ്രത്യേക വീട് നൽകി ദൈവത്തെ പോലെ വണങ്ങി നല്ല രീതിയിൽ നോക്കുന്നു. എങ്കിലും ആ കുട്ടിക്ക് നിലത്ത് കാൽ വയ്ക്കാനോ വീട് വിട്ട് പുറത്തു പോകാനോ വിദ്യാഭ്യാസം നേടാനോ അനുവാദമില്ല. ഇന്ദ്രജാത്ര ഫെസ്റ്റിവൽ പോലുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്ക് മാത്രമേ പുറത്തു വരാൻ സാധിക്കൂ. അതും ഭക്തജനക്കൂട്ടത്തിന് നടുവിൽ പല്ലക്കിൽ മാത്രമേ പോകാൻ സാധിക്കൂ. 4-5 വയസ്സിൽ കുമാരിയായി മാറ്റപ്പെടുന്ന കുട്ടി ആദ്യത്തെ ആർത്തവ ചക്രം വരെ ആ വീട്ടിൽ തന്നെ താമസിക്കണം. അതിനുശേഷം പുതിയൊരു കുട്ടിയെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. നേപ്പാളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം ഗൂർഖയാണ്. നേപ്പാളിലെ ജന്മനാടായിട്ടുള്ള ഭയമറിയാത്ത വീരന്മാരാണ് ഈ ഗൂർഖകൾ. തോൽവിയേക്കാൾ മരണമാണ് നല്ലതെന്ന് ഒരു വലിയ നയത്തോട് ജീവിക്കുന്നവരാണ് ഈ ഗൂർഖകൾ. ഇവരുടെ ധൈര്യത്തെയും വീര്യമുള്ള സ്വഭാവത്തെയും കണ്ട ബ്രിട്ടീഷുകാർ 1816 അവരുടെ സൈന്യത്തിൽ ഗൂർഖകളെ ചേർക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിന് ശേഷവും അവർ സൈനിക സേവനങ്ങൾ തുടർന്നു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിൽ പോലും ഗൂർഖ റെജിമെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. കുതിരപ്പുറത്തിരുന്ന് ഹോക്കി കളിക്കുന്നതിനെ പോളോ ഗെയിം എന്ന് പറയും. അതേപോലെ ആനപ്പുറത്തിരുന്ന് ഫുട്ബോൾ കളിക്കുന്നത് നേപ്പാളിൽ നിലവിലുണ്ട്. ഇതിനെ എലിഫന്റ് പോളോ എന്നാണ് പറയുന്നത്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി പോലെയുള്ള മലനിരകളുടെ താഴ്വാരങ്ങളിൽ ഷെർപ്പ ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ട്. ഇവരുടെ സഹായമില്ലാതെ എവറസ്റ്റ് പോലുള്ള വലിയ കൊടുമുടികളിൽ ആർക്കും കയറാൻ സാധിക്കില്ല. തണുപ്പുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഈ ആളുകൾ മലക്കയറ്റത്തിൽ മികച്ച വൈവിധ്യമുള്ളവരാണ്. ഇവിടെ മല കയറാനായി വിദേശത്തിൽ നിന്നും വരുന്നവർക്ക് ഗൈഡായും അവരുടെ സാധനങ്ങൾ ചുമക്കുന്ന സഹായിയായും അവർ ജോലി ചെയ്യുന്നു. നേപ്പാളിൽ വിക്രം സംവത് കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുമത കലണ്ടറായ ഇത് ഇന്ത്യയിലും ചില സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിനേക്കാൾ 57 വർഷം മുന്നിലാണ്. അതായത് ഇപ്പോൾ ഈ കലണ്ടറിൽ 2081 വർഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു ദേശീയ കായിക വിനോദമില്ല. എന്നാൽ നേപ്പാളിന് ഒരു ദേശീയ കായിക വിനോദമുണ്ട്. നേപ്പാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അമേരിക്കയിൽ രൂപം കൊണ്ട വോളിബോളാണ് നേപ്പാളിന്റെ ദേശീയ കായിക വിനോദം. നിങ്ങൾ നേപ്പാളിൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ പോലും നല്ല 4K ക്വാളിറ്റിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലോകരാജ്യങ്ങളെല്ലാം 3G 4G 5G തുടങ്ങി ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേപ്പാൾ മാത്രം ഇപ്പോഴും 250 kbs വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പീഡിൽ ഹൈ ക്വാളിറ്റി വീഡിയോകൾ അപ്ലോഡും ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർനെറ്റ് സ്പീഡ് കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണിത്. നേപ്പാളിൽ ഭർത്താവും ഭാര്യയും പൊതുസ്ഥലത്ത് വെച്ച് റൊമാൻസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ കെട്ടിപ്പിടിക്കുന്നതിനോ ചുംബിക്കുന്നതിനോ അനുവാദമില്ല. ഭർത്താവും ഭാര്യയും ആണെങ്കിൽ പോലും കൈകോർത്ത് നടക്കുന്നത് വരെ നേപ്പാളിലെ നിയമപ്രകാരം കുറ്റകരമാണ്. അതേപോലെ തന്നെ മതം മാറുന്നതും അവിടെ വലിയൊരു കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരാൾ മറ്റൊരാളെ നിർബന്ധിപ്പിച്ച് മതം മാറ്റിയാൽ മതം മാറിയ ആൾക്കും അയാളെ മതം മാറ്റിയ ആൾക്കും ശിക്ഷ ലഭിക്കും. നേപ്പാളിൽ വലിയ റെയിൽവേ നെറ്റ്വർക്ക് ഒന്നുമില്ല. നേപ്പാളിലുള്ള റെയിൽവേ ട്രാക്കിന്റെ ആകെ നീളം വെറും 59 കിലോമീറ്റർ മാത്രമാണ്. നേപ്പാളിൽ റെയിൽവേ വഴി യാത്ര ചെയ്യാൻ ഒരു ദിവസം പോലും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലരും 3 നേരവും 3 തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കും. ഇതിനായി പല വീടുകളിലും വഴക്കുകൾ വരെ നടക്കാറുണ്ട്. എന്നാൽ നേപ്പാളിൽ 3 നേരവും ഒരേ ഭക്ഷണം തന്നെയാണ് അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. ഈ ഭക്ഷണത്തിന്റെ പേരാണ് ദാൽ ബാത്. ഇതിൽ ബാത് എന്നാൽ ചോറ് എന്നാണ് അർത്ഥം. ആ ചോറിന്റെ ദാൽ, അതായത് പരിപ്പ് കറി കുഴച്ച് കഴിക്കുന്നതിനെയാണ് ദാൽ ബാത് എന്ന് പറയുന്നത്. ഈ ദാൽ പച്ചക്കറികളും മസാലകളും ചേർത്താണ് തയ്യാറാക്കുന്നത്. ഈ ഭക്ഷണത്തിന് വിലയും വളരെ കുറവാണ്. അടുത്തതായി നമ്മുടെ നാട്ടിൽ പശുഹത്യ എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. നേപ്പാളിൽ ഇതിനേക്കാൾ മോശമാണ്. ഇന്ത്യയെ പോലെ തന്നെ അവിടെയും പശുവിനെ ദൈവമായി കരുതുന്നത് കൊണ്ട് തന്നെ അതിനെ ദേശീയ മൃഗമായി മാറ്റിയിട്ടുണ്ട്. ദേശീയ മൃഗത്തെ കൊല്ലുന്നതോ പീഡിപ്പിക്കുന്നതോ നിയമപ്രകാരം തെറ്റാണ്. ഒരു പക്ഷേ ഒരു പശുവിന്റെ മരണത്തിന് ഒരു വ്യക്തി കാരണക്കാരനായാൽ അയാൾക്ക് 12 വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നേപ്പാളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.